വെള്ളിയാഴ്ചയുടെ പകൽക്കാലം ഒരു വിശുദ്ധ സഭായുഗമായി കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തൻ ഈ ദേശത്ത് നമുക്ക് നൽകിയ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂമിലൂടെ കടന്നു വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വചനഭാഷണത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകലിൽ നാം വായിച്ച സങ്കീർത്തനം 37-ാം സങ്കീർത്തനമാണ്, Psalm 37. ഈ അടുത്ത ദിവസങ്ങളും ചില നാളുകൾക്ക് മുമ്പ് നാം ഈ സങ്കീർത്തനം വായിച്ച ചില ആത്മീയ വിഷയങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വ്യത്യസ്തമായ നിലയിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുവാൻ ദൈവജനം പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദാവീദിന്റെ ഒരു സങ്കീർത്തനമെന്ന് ഇതിന്റെ തലക്കെട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ലാതെ അതിനെക്കുറിച്ച്, അതിന്റെ സന്ദർഭത്തെക്കുറിച്ചൊന്നും കാര്യമായ വിവരണം ആ ഭാഗത്തില്ല. എന്നാൽ അതിനായ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം, ദുഷ്ടന്മാരുടെ വളർച്ചയും തഴപ്പും കണ്ട് വ്യസനിക്കുന്ന ഒരു നീതിമാന്റെ ഞരക്കവും പ്രയാസവും ഒക്കെയാണ്, മുഷിച്ചിലുമൊക്കെയാണ് പ്രാരംഭത്തിൽ നാം കാണുന്നത്. അപ്പോൾ ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണാം. ദുഷ്ടന്റെ വളർച്ചയും അവന്റെ അനുഗ്രഹങ്ങളും ലോകപ്രകാരമുള്ള തഴപ്പും കണ്ട് മുഷിഞ്ഞു പോകരുത് എന്ന് ഭക്തന്മാരോട് ശക്തമായി ദാവീദ് ഉപദേശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 37-ാം സങ്കീർത്തനം. അതിന്റെ 1-ാം വാക്യം തന്നെ നമ്മോട് അറിയിക്കുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വരുത്. അപ്പോൾ ദുഷ്പ്രവർത്തിക്കാർ നീതികേട് ചെയ്തുകൊണ്ടിരിക്കും. അനീതിയിലൂടെ അവർ ലോകപ്രകാരമുള്ള നന്മകളും ഉയർച്ചകളും പ്രാപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് എനിക്കിതില്ലാത്തത്? ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുവാനും ഞാൻ നിന്നെ അന്വേഷിക്കുവാനും അറിയുവാനും ഇറങ്ങിത്തിരിച്ചിട്ട് നിന്നെ അറിയാത്തവന് കൊടുക്കുന്ന നന്മയൊന്നും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഹൃദയത്തിൽ മുഷിവ് തോന്നരുത് എന്നാണ് ദാവീദ് തന്റെ അനുഭവത്തിലൂടെ നമ്മോട് ഓർപ്പിക്കുന്നത്. എന്നാൽ മുഷിയാതെ പിന്നെ എന്തു ചെയ്യണം? യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ദുഷ്ടന് വരുന്ന നന്മകൾ കണ്ട് നീ മുഷിയണ്ട, നിന്റെ ആശ്രയം യഹോവയിൽ നിന്ന് നീ മാറ്റണ്ട എന്ന് പറഞ്ഞ് മുഷിപ്പിനെ കുറിച്ച് 2-3 പ്രാവശ്യം ആ സങ്കീർത്തനത്തിൽ എടുത്തെടുത്തെടുത്ത് ഓർപ്പിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകും. ഒരു പ്രത്യേക വാക്യം വായിച്ച് ആ വിഷയത്തിൽ ഊന്നി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുക എന്നുള്ളതാണ് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം. അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, വേഴ്സ് 19, ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല. They shall not be ashamed in the evil time. ഇന്ന് പകൽക്കാലത്ത് എന്റെ ചിന്താ വിഷയം അതാണ്. ദുഷ്കാലത്ത് ലജ്ജിച്ചു പോകാത്ത ഒരു കൂട്ടം. A group of people who doesn't get ashamed in the evil time. ദുഷ്ടതയുടെ കാലത്ത്, പ്രതിസന്ധിയുടെ കാലത്ത്, മഹാമാരികളുടെ കാലത്ത്, ക്ഷാമത്തിന്റെ കാലത്ത്, രോഗത്തിന്റെ കാലത്ത് ലജ്ജിച്ചു പോകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുമ്പോൾ എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ്
നമ്മെ ലജ്ജിപ്പിക്കാത്തത്? ആമേൻ. ദുഷ്ടകാലത്ത് എന്തുകൊണ്ടാണ് ദൈവം നമ്മെ നിർത്തുന്നത് എന്നുള്ളത് ഈ വാക്യങ്ങളിലൂടെ വേഗത്തിൽ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലിട്ട് ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന്റെ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, when we read from verse 17 onwards, ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. അതിന്റെ 16-ാം വാക്യം, അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്റെ സമൃദ്ധി കണ്ടാണ് നീ വ്യാകുലപ്പെടുന്നതെങ്കിൽ, മുഷിയുന്നതെങ്കിൽ, ദാവീദ് പറയുകയാണ്, a little that a righteous man has is better than the riches of many wicked. ഒരു ദുഷ്ടനുള്ളതിനെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു നീതിമാന്റെ സമൃദ്ധി ഒരു ദുഷ്ടന്റെ സമൃദ്ധിയേക്കാൾ നല്ലതാണെന്നല്ല പറഞ്ഞത്. എന്നാൽ അനേക ദുഷ്ടന്മാരുടെ സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. A little that a righteous man has is better than the riches of many wicked. ഒരു ദുഷ്ടന്റെ വളർച്ചയിലും തണുപ്പിലും മനസമാധാനം കെട്ടുന്ന ഈ ദൈവത്തോട് വെറുപിടിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ചോദ്യങ്ങളുമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, സങ്കീർത്തനക്കാരനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നു, കുഞ്ഞ് നിനക്ക് അല്പമേ ഉള്ളുവെങ്കിലും അത് അനേക ദുഷ്ടന്മാരുടെ കയ്യിൽ ഉള്ളതിനെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് നിനക്ക് ഉള്ള അല്പ നന്മയെന്ന് തിരിച്ചറിയുന്നതാണ് ദൈവസന്നിധിയിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അടിസ്ഥാനമെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചക്കാലം യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നുള്ള വാക്യത്തെ നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മെ ഓർപ്പിച്ചത്. ഒന്ന്, എന്റെ ആവശ്യങ്ങൾക്ക് എന്റെ ദൈവം മതിയായവനാണ്. രണ്ട്, എന്റെ ദൈവം എന്തു തന്നാലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ്. അപ്പോൾ മുട്ടുണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്ന്, ദൈവം എന്റെ ആവശ്യങ്ങൾക്ക് മതിയായവനാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകണം. രണ്ട്, ദൈവം തരുന്നത് എന്തും എനിക്ക് ഏറ്റവും നന്മയ്ക്കും നല്ലതുമാണെന്ന് ഞാനും നിങ്ങളും ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ഈ 37-ാം സങ്കീർത്തനത്തിലെ 16-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന കാര്യം അല്പം കൂടെ നമുക്ക് ബോധ്യപ്പെടും. ഈ ലോകത്തിലെ അനേക പരാക്രമശാലികളുടെയും ധനവാന്മാരുടെയും സമൃദ്ധി ഒരു പക്ഷെങ്കിൽ നീ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമേ നീ എന്തുകൊണ്ടാണ് ഈ ദുഷ്ടന്മാർക്ക് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നിന്റെ ഹൃദയം കലക്കിക്കളയാതെ ദൈവം ഇന്ന് നിന്റെ കയ്യിൽ തന്നിട്ടുള്ള അല്പത്തെ അത് ഏറ്റവും നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലൊന്ന് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സമൃദ്ധി, അതാണ് അനുഗ്രഹം, അതാണ് സമാധാനമെന്ന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടന്റെ സമ്പത്ത് ദൈവം ഒടിച്ചു കളഞ്ഞ കാലത്താണ് നാം ജീവിക്കുന്നത്. എന്റെ 17-ാം വാക്യം എന്താണ് പറയുന്നത്? ഇങ്ങനത്തെ ദുഷ്ടന്മാരുടെ സമൃദ്ധി കണ്ട് എനിക്ക് അല്പമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് നീ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കുക, ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. ഇതുകൊണ്ടാണ് നിന്റെ കയ്യിലുള്ള അല്പത്തിൽ ആശ്വസിച്ചു കൊള്ളുവാൻ, സന്തോഷിച്ചു കൊള്ളുവാൻ കർത്താവ് പറഞ്ഞതിന്റെ കാരണം
മറ്റൊന്നുമല്ല, നീ കാണുന്ന ഈ ദുഷ്ടന്മാരായ ധനവാന്മാരുണ്ടല്ലോ, അവരുടെ ഭുജങ്ങളൊക്കെ ഒരു ദിവസം ഒടിഞ്ഞു പോകുമെന്ന് ദൈവവചനം ഓർമ്മിക്കുമ്പോൾ അല്പമുള്ള നിന്റെ കരം ഒടിയാതെ വണ്ണം, തളരാതെ വണ്ണം, കുഴഞ്ഞു പോകാതെ വണ്ണം നിന്നെ താങ്ങി നിർത്തുന്ന യഹോവയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം. നാം ഇന്ന് വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം എത്രയോ ധനവാന്മാരായിരുന്ന രാഷ്ട്രങ്ങൾ, അവരുടെ സമ്പത്തിന് അഹങ്കരിച്ചിരുന്നവർ ഇന്ന് പറയുന്നു, ഇങ്ങനെ പോയാൽ ഞങ്ങൾ അധികം വൈകാതെ പാപ്പരായി തീരും. ഹല്ലേലൂയ. എത്രയോ വലിയ കമ്പനികൾ ഒരിക്കലും അടയത്തില്ലെന്നും കൂട്ടപ്പെടത്തില്ലെന്നും വിചാരിച്ചിരുന്ന എത്രയോ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുൻപിൽ അടഞ്ഞു പോകുന്നത് നമ്മൾ ഇതാ ദിനങ്ങളിൽ കാണുന്നുണ്ട്. ആമേൻ. അപ്പോൾ ദുഷ്ടന്മാരുടെ കരത്തെ ദൈവം ഒടിഞ്ഞു പോകുമാർ സന്ദർശിച്ച ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. ഈ ഒരു വാക്യം ഏതൊരു കാലഘട്ടത്തെക്കാട്ടിലും നമുക്ക് മനസ്സിലാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലമാണ് ഈ സമയമെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പക്ഷെങ്കില് ഇന്ന് പകൽക്കാലം പിന്നെയും ദൈവസന്നിധിയിൽ നാം ബലപ്പെടുക, സന്തോഷിക്കുക. എനിക്ക് അല്പമേ ഉള്ളൂ എന്ന് നീ ഭാരപ്പെട്ടെങ്കിൽ ആ അല്പമുള്ളവനെ താങ്ങി നിർത്തുവാൻ എന്റെയും നിന്റെയും കൂടെ ദൈവമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നാം ഭാരപ്പെടുന്നത്, ഭയപ്പെടുന്നത്? ഒരു ചെറിയ ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് അല്പമേ ഉള്ളൂ, എനിക്കൊരു ചെറിയ ജോലിയാ, എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല, മറ്റുള്ളവരെ പോലും വലിയ ശമ്പളമൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ നാളുകളിൽ നീ പരിതപിച്ച കൂട്ടത്തിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഒരു പക്ഷെങ്കിൽ നിന്റെ ജോലി ഇന്ന് നിലനിൽക്കുന്നത് നിനക്കൊരു ചെറിയ ശമ്പളമേ ഉള്ളായിരുന്നു എന്നതുകൊണ്ടാണ്. നിന്നെക്കാട്ടിൽ വലിയ വലിയ പാക്കേജ് മേടിക്കുന്നവരുടെ ഒക്കെ ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ അല്പമുള്ള നിന്നെ നിർത്തിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്ക് അല്പമേ ഉണ്ടായിരുന്നു ഉള്ളപ്പോഴും നിന്നെ താങ്ങി നിർത്തിയ ഒരു ദൈവത്തിന്റെ ഭുജമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽ നീ നിൽക്കുന്നത്. വൻപന്മാരും കൊമ്പന്മാരും പ്രശസ്തരും ഒക്കെ ധനവന്മാരും ധനാഢ്യന്മാരും നിന്റെ മുൻപിൽ വീണുടഞ്ഞപ്പോൾ നിന്നെ ദൈവം നിർത്തിയ ദൈവത്തിന്റെ വലിയ കരുണയെ ഓർത്ത് ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവജനമേ മറന്നു പോകരുതെന്ന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ദൂതായി ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. ലോക സമ്പദ് വ്യവസ്ഥകളെല്ലാം തകിടം മറിഞ്ഞ ഒരു കാലം. ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ അധികം താമസിക്കാതെ ആമേൻ ഒരു പട്ടിണിയിലേക്കും ഒരു അരാജകത്വത്തിലേക്കും സാമ്പത്തിക പരാധീനതകളിലേക്കും ലോകം ചെന്നെത്തുമെന്ന് ലോകത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഒരേപോലെ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇന്ന് പകൽക്കാലം എനിക്ക് ഒത്തിരി ഇല്ലായിരുന്നു എന്നോർത്ത് വിലപിച്ച സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് പറയാനുള്ളത് അല്പമേ ഉള്ളൂ എന്ന് വെച്ച് നീ പ്രയാസപ്പെടണ്ട. നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ, നിനക്ക് അല്പം ആരോഗ്യമേ ഉള്ളൂ, നിനക്ക് അല്പം ബലമേ ഉള്ളൂ, നിനക്ക് അല്പം സാമ്പത്തികമേ ഉള്ളൂ. ആമേൻ. നീ ഭയപ്പെടണ്ട. അല്പമുള്ളവനെ താങ്ങുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം എന്റെയും നിന്റെയും കൂടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ഉറച്ചു വിശ്വസിക്കുക.
ഹല്ലേലൂയ. എന്റെ 18-ാം വാക്യം എന്താണ് 18-ാം വാക്യം ഓർപ്പിക്കുന്നത്? അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ ആരെ അറിയുന്നു? ആമേൻ, നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കുമെന്ന്. നീതിമാന്മാർക്കും നിഷ്കളങ്കന്മാർക്കും അധികമൊന്നും അവരുടെ കയ്യിൽ ഇല്ലെങ്കിലും, അവർ വലിയ ധനികരല്ലെങ്കിലും, ഒത്തിരിയൊന്നും അവരുടെ പക്കലില്ലെങ്കിലും, ആമേൻ, അവർക്കുള്ള അവകാശം ഉറപ്പുള്ളതായിരിക്കും, ശാശ്വതമായിരിക്കുമെന്നാണ് പറഞ്ഞത്. അത് ഈ ഭൂമിയിലാണെങ്കിലും വരാനിരിക്കുന്ന ഭൂമിയിലാണെങ്കിലും തന്റെ ഭക്തന് ദൈവം കൊടുത്തത് ദൈവത്തിൽ നിന്നും ദൈവികമായതുമാണെങ്കിൽ അത് നിലനിൽക്കുന്നതാണ്. അത് ഇല്ലാതാക്കുവാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല എന്ന് ദൈവവചനം അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കും. ഇതൊക്കെയും പറഞ്ഞു മുന്നോട്ട് വന്നിട്ട് ഞാൻ ഇന്ന് വായിച്ച കുറിവാക്യം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദുഷ്ടകാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. They shall not be ashamed in evil times. ദുഷ്ടകാലത്ത് നമ്മെ ലജ്ജിപ്പിക്കാത്ത ദൈവം, കഷ്ടകാലത്ത് നീതിമാനെയും നിഷ്കളങ്കന്മാരെയും ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. കഷ്ടകാലം എല്ലാവർക്കും ഒരുപോലെയാ വരുന്നത്. ദൈവം ദുഷ്ടന്റെ പേരും നീതിമാന്മാരുടെ പേരും ഒരുപോലെ മഞ്ഞും മഴയും വെയിലുമൊക്കെ നൽകുന്നവനാണ്. ലോകത്ത് മഹാമാരി വന്നപ്പോൾ അത് നീതിമാന്മാർക്കോ ദുഷ്ടന്മാർക്കോ വേണ്ടി മാത്രമായിട്ടല്ല വന്നത്. ഈ പ്രതിസന്ധി എല്ലാവർക്കും ഒരുപോലെയാണ് വന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു നീതിമാനെയും നിഷ്കളങ്കനെയും താങ്ങുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ നാടുകളിൽ അനുഭവിച്ചറിയുവാൻ സർവശക്തൻ നമ്മെ സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കേണ്ടത് അതല്ല. എന്തുകൊണ്ടാണ് ദൈവമേ അങ്ങ് നീതിമാന്മാരെയും നിഷ്കളങ്കനെയും താങ്ങി നിർത്തിയത്? അതിന്റെ പിന്നിലുള്ള കാരണം എന്നാണ്? ഇവരുടെ എന്തെങ്കിലും മഹത്വം കൊണ്ടോ മഹിമ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ആണോ? ആമേൻ. ഒരു കാര്യം വ്യക്തമാണ്, നീതിമാൻ യഹോവയിൽ ആശ്രയിക്കുന്നവനാണ്, നീതിമാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. എന്നാൽ ദുഷ്ടൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ വിഷയത്തിൽ ദൈവത്തിൽ ഇടപെടാതിരിക്കാൻ കഴിയത്തില്ല. അവർ ഈ ലോകത്തിൽ ലജ്ജിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം എന്താണ്? അതിന് കാരണം ഹല്ലേലൂയ, സങ്കീർത്തനക്കാരന്റെ 25-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Psalms 25:3 says, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. Let none that wait on thee be ashamed. Let them be ashamed which transgress without cause. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, കഷ്ടതയുടെ നാളുകളിൽ എന്നെയും നിന്നെയും ലജ്ജിപ്പിക്കാതെ ദൈവം നിർത്തിയതിന് ഒരു കാരണം ഞാനും നിങ്ങളും ദൈവത്തെ കാത്തിരിക്കുന്നവരായതുകൊണ്ടാണ്. ഞാനും നിങ്ങളും ദൈവമുഖം അന്വേഷിക്കുന്നവരായതുകൊണ്ടാണ്. എന്നെയും നിന്നെയും വിളിക്കുന്നത് വിശ്വാസികളെന്നാണ്. എന്നെയും നിന്നെയും സ്വർഗം കരുതിയിരിക്കുന്നത് ദൈവ മക്കളായിട്ടാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകി നമ്മെ ദൈവം തന്റെ മകനും മകളുമാക്കി തീർത്തെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഭൂമിയിൽ വരുന്ന ഓരോ വിഷയത്തിന്റെ മേലും ഞാനും നീയും ലജ്ജിക്കപ്പെട്ടാൽ, ഞാനും നിങ്ങളും മാത്രമല്ല ലജ്ജിക്കപ്പെടുന്നത്, നാം ആരുടെ പേരിലാണോ അറിയപ്പെടുന്നത്, ഏത് ദൈവത്തിന്റെ പേരിലാണോ നാം ഈ ഭൂമിയിൽ നിൽക്കുന്നത്, ആ ദൈവത്തിന്റെ നാമം
ദൈവം നമ്മെ ലജ്ജിപ്പിക്കാതെ നിർത്തുന്നതെന്ന് ദൈവവചനം ശക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതി ഓർപ്പിച്ചൊരു വാക്യമുണ്ട്. 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ ഒരു വാക്യം കൂടെ കോട്ട് ചെയ്ത് പ്രത്യാപിച്ചിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. എന്താണ് നാം ലജ്ജിച്ചു പോകാതിരുന്നത്? ദൈവത്തെ കാത്തിരിക്കുന്നവരായതുകൊണ്ടാണ് ഒന്നാമത്. രണ്ടാമത് അവനിൽ വിശ്വസിക്കുന്നവരാണ്. സ്തോത്രം. കഷ്ടകാലത്ത് ദൈവം നമ്മെ ലജ്ജിപ്പിക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, നാം അവനിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ആമേൻ. ദൈവവിശ്വാസിയെ, നീ ഒരു ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നിനക്ക് നേരിടുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിന്റേത് മാത്രമല്ല, അത് ദൈവത്തിൻ്റെത് കൂടെയാണ്. ദൈവത്തിന്റെ നാമമാണ് ദുഷിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഭക്തന്റെ മേൽ ഈ ലോകത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, മഹാമാരികൾ വരുമ്പോൾ, അതിന്റെ മധ്യത്തിൽ അവനെ നിർത്തേണ്ടത് ദൈവത്തിന്റെ കൂടെ ആവശ്യമായി മാറുന്നു എന്നുള്ളതാണ് എന്റെ സത്യം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ എന്തുകൊണ്ടാണ് ദൈവം ലജ്ജിപ്പിക്കാത്തത്? ഇതിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മറുപടി നൽകിയത് യെശയ്യാ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, എന്റെ നിമിത്തം തന്നെ ഞാനത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തരും കൊടുക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, അല്പമേ ഉള്ളായിരുന്നെങ്കിലും, അല്പം ശക്തിയെ എനിക്ക് നിനക്കും ഉള്ളെങ്കിലും, ശക്തന്മാർ വീണുപോയ പട്ടുപോയ ഈ പോർക്കളത്തിൽ, ഈ ലോക സാഹചര്യത്തിൽ മുങ്ങിപ്പോകാതെ എന്നെയും നിന്റെയും നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സർവശക്തനായ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, എന്റെ നിമിത്തമാണ് ഞാൻ നിന്നെ നിർത്തിയത്. എന്റെ നാമം നിമിത്തമാണ് ഞാൻ നിന്നെ നിർത്തിയത്. എന്റെ പേരിൽ നിൽക്കുന്ന നീ വീണുപോയാൽ എന്റെ നാമത്തിനാണ് നാണക്കേട്. എന്റെ മഹത്വത്തിനൊരു കോട്ടം തട്ടുവാൻ, എന്റെ വിശുദ്ധിക്കൊരു കോട്ടം തട്ടുവാൻ, എന്റെ ശക്തിക്കൊരു കോട്ടം തട്ടുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നിൽ ആശ്രയിക്കുന്ന, എന്റെ മുഖത്തേക്ക് നോക്കുന്ന, എന്നിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ ഞാൻ പിടിപ്പിച്ചു നിർത്തുന്നത് എന്റെ നിമിത്തമാണ്, എന്റെ നാമത്തിന്റെ മഹത്വ നിമിത്തമാണ് എന്ന് ദൈവമായ കർത്താവ് ഇവിടെ അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. ലജ്ജിച്ചു പോകാതെ നിന്നെങ്കിൽ എന്റെയും നിന്റെയും ഭക്തി കൂടുതൽ കൊണ്ടല്ല എന്ന് പകൽക്കാലം മനസ്സിലാക്കുക. എന്റെയും നിങ്ങളുടെയും വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല നമ്മെ നിർത്തിയത്. നമ്മുടെ നെറ്റിക്കൊരു ലേബല് ദൈവം തന്നു, വിശുദ്ധൻ അല്ലെങ്കിൽ വിശ്വാസി, ദൈവ പൈതൽ. ദൈവ പൈതൽ എന്നുള്ള ലേബലിൽ നീ ലോകത്തിൽ നിൽക്കുമ്പോൾ, ലോകക്കാരുടെ മുൻപാകെ നീ ലജ്ജിച്ചു പോയാൽ, ലജ്ജിക്കപ്പെടുന്നത് നീ മാത്രമല്ല, നീ ഏത് ദൈവത്തിന്റെ പേരിലാണോ ഇവിടെ നിൽക്കുന്നത് ആ ദൈവത്തിലൂടെ നാണക്കേടാണ്. അതുകൊണ്ട് തന്റെ നാമത്തിന്റെ മഹത്വം പോയി പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാഞ്ഞത് കൊണ്ടാ കഴിഞ്ഞ നാളുകളിൽ നാം വീഴാതെ നിന്നത്. നമ്മുടെയൊന്നും മഹിമയോ ശ്രേഷ്ഠതയോ അല്ലെന്ന് ഇന്ന് തിരിച്ചറിഞ്ഞ് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. മുൻപോട്ട് പോകട്ടെ. 106-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്, എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന്, എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന്
തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. എന്തിനാ നമ്മെ രക്ഷിച്ചത്? നമ്മിലൂടെ അവന്റെ നാമം മഹത്വപ്പെടുവാനും നമ്മിലൂടെ അവന്റെ മഹാശക്തി ഒന്ന് വെളിപ്പെടുത്തുവാനും. പ്രിയ ദൈവമക്കളെ, നീ ലോകപ്രകാരം ശക്തനാണെങ്കിൽ പിന്നെ നിന്നിലൂടെ എന്തോ ദൈവശക്തി വെളിപ്പെടാനാണ്. അപ്പോൾ എന്നെയും നിന്നെയും ലോകത്തിൽ ബലഹീനരും കുലഹീനരും താണവരും കഴിവില്ലാത്തവരും സമ്പത്തില്ലാത്തവരും ആമേനൊക്കെ ആക്കി നിർത്തിയിരിക്കുന്നതിന്റെ കാരണം സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യരിലൂടെ ദൈവത്തിന്റെ മഹാശക്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ് എന്നെയും നിന്നെയും ഇങ്ങനെ നിർത്തി ദൈവം നമ്മിലൂടെ വൻകാര്യങ്ങളെ ചെയ്യുന്നതെന്ന് ദൈവമക്കൾ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നിന്റെ ചുറ്റിനും 1000-ഉം 10,000-ഉം വീണപ്പോൾ ഈ ബാധ നിന്റെ കൂടാരത്തിന് അടുക്കാതെ വണ്ണം നിന്നെ സൂക്ഷിച്ചത് ആമേൻ നിന്റെ ബലം കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടല്ല, നീ കഴിച്ച മരുന്നിന്റെ ബലം കൊണ്ടല്ല, നീ പോയ ഹോസ്പിറ്റലിന്റെ കേന്ദ്രം കൊണ്ടല്ല, നിന്നെ ശുശ്രൂഷിച്ച വൈദ്യന്മാരുടെ ബുദ്ധിവൈഭവം കൊണ്ടല്ല ഞാൻ നിന്നെ താങ്ങി നിർത്തിയതെന്ന് സർവശക്തൻ വിളിച്ചു പറയുന്നു. എന്റെ ദൂതന്മാരാണ് നിന്നെ കാവൽ ചെയ്തത്, ഞാനാണ് നിന്നെ ഉള്ളങ്കരങ്ങളിൽ വരച്ചു നിർത്തിയത്. അല്ലെങ്കിൽ ഈ ബാധ നിന്റെ കൂടാരത്തിന് മണുക്കമായിരുന്നു. ഹല്ലേലൂയ. നിലംപരിചായി പോകാതെ വീഴാതെ വണ്ണം നിർത്തിയ ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാണ്. 106-ാം സങ്കീർത്തനത്തിൽ അവിടെ പറഞ്ഞത് എന്നിട്ടും അവൻ തന്റെ മഹാശക്തി. സ്തോത്രം. എന്നിട്ടും എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്, ദൈവത്തിന് ഹിതമല്ലാത്ത എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന് 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ എന്നിട്ടും എന്ന് പറഞ്ഞതിന്റെ ആമേൻ എന്താണ് കാരണമെന്ന് അവിടെ നമുക്ക് മനസ്സിലാകും. അവിടെ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ചു തന്നെ മത്സരിച്ചു. 2 കുറ്റങ്ങളാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവവചനം സങ്കീർത്തനക്കാരുടെ മേൽ ഓർപ്പിക്കുന്നത്. ഒന്ന്, മിസ്രയീമിൽ വെച്ച് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2, പ്രതിസന്ധിയുടെ മുഖത്ത് അവർ ദൈവത്തോട് മത്സരിച്ചു. ന്യായമായ ഒരു ചോദ്യം ചോദിക്കാം. ദൈവദാസനെ ചെങ്കടലിന്റെ കരയിൽ വന്ന ഏത് മനുഷ്യനാണ് വെറുതെ പോകാത്തത്? അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മിസ്രയീമിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ വിഷയമാണ്. മിസ്രയീമിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത്. സ്തോത്രം. അവർ മോശയോട് മിസ്രയീമിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടോ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്, നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? നോക്കണേ, 1 അല്ല 2 അല്ല 10 അത്ഭുതങ്ങളെ കണ്ട് പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളിയിലേറ്റ് വിടുതൽ പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവപൈതൽ ഇപ്പോൾ പറയുന്ന പറച്ചിലെന്താണ്? ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്? ഈ മരുഭൂമിയിൽ ഇട്ട് കൊല്ലാനാണോ എന്ന ചോദ്യം. ഇതിലും നല്ലത് മിസ്രയീമിൽ അടിമത്വത്തിൽ കിടന്നിട്ട് അവിടെ ഞങ്ങൾ ചാകുന്നതായിരുന്നു നല്ലതെന്നാണ് ഇവര് പറയുന്നതിന്റെ സാരം. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളെ വിട്ടേര്, ഞങ്ങൾ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയി മിസ്രയീമർക്ക് അടിമകളായി ജീവിച്ചു കൊള്ളാം,
ഞങ്ങൾക്ക് മുൻപോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് കടൽക്കരയിൽ വെച്ച് മത്സരിച്ച ഒരു ഇസ്രായേൽ ജനതയാണ് നാം അവിടെ കാണുന്നത്. ദൈവം ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല, അല്ലയോ ഇസ്രായേലേ, ചില നാളുകൾക്ക് മുമ്പ് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ടൊന്നും നിനക്ക് മനസ്സിലായില്ലേ? ഇസ്രായേലിലെ രാജകൊട്ടാരം വരെയുള്ള സകല കടിഞ്ഞൂലുകളും സംഹാരദൂതന്റെ വാളിൽ ഇരയായി വീണപ്പോൾ, കുതിരയുടെ മുട്ടോളം രക്തപ്പുഴ ഒഴുകിയപ്പോൾ, അതിന്റെ മധ്യത്തിൽ നിന്റെ ഭവനത്തിൽ മരണദൂതൻ കടന്നു വരാതെ കുഞ്ഞാടിന്റെ ചോരയാൽ നിന്നെ വീണ്ടെടുത്ത് നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? ദേശത്ത് മുഴുവൻ തവണ വന്നപ്പോൾ എന്തേ നിന്റെ വീട്ടിൽ വരാഞ്ഞത്? ദേശത്ത് മുഴുവൻ ഈച്ച വരുന്നപ്പോൾ എന്തേ നിന്റെ വീട്ടിൽ കയറാഞ്ഞത്? ദേശത്ത് മുഴുവൻ വെള്ളം രക്തമായി ഒഴുകിയപ്പോൾ എന്തേ നീ കുടിക്കുന്ന വെള്ളം ശുദ്ധമായി വന്നത്? ദേശത്ത് മുഴുവൻ കൽമഴ പെയ്ത് സകലവും നഷ്ടപ്പെട്ടപ്പോൾ നിന്റെ ആടുമാടുകൾ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടില്ല? ഇത്ര പ്രായോഗികമായി ലളിതമായി നിന്റെ കണ്ണിന്റെ മുൻപിൽ ഒരു ദുഷ്ടനും നീതിമാനുമുള്ള വ്യത്യാസം സർവശക്തനായ ദൈവം വരച്ചു കാട്ടിയിട്ടും ഇന്നും ദൈവത്തെ വിശ്വാസമില്ലാതെ ഒരു ചെറിയ പ്രതിസന്ധിയുടെ മുൻപിൽ വന്നപ്പോൾ, നിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് തോന്നിയപ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ നടത്തിയ ദൈവത്തെ മറന്നു പോകുന്നത് ഒരിക്കലും പൊറുക്കാത്തൊരു ദൈവമാണ്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ഇത്രയുമെല്ലാം നന്ദികേട് കാണിച്ചിട്ടും, ഇത്രയുമെല്ലാം നെറികേട് കാണിച്ചിട്ടും, എന്നിട്ടും ദൈവം അവരെ കൈവിട്ടില്ല. എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടേണ്ടതിന് തന്റെ നാമം നിമിത്തം അവനെ രക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലേ, നിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല നിന്നെ വിടുവിച്ചത്. നിനക്ക് വേണ്ടി ഇപ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതം നിന്റെ വലിയ വലിപ്പം കൊണ്ടല്ല, നിന്റെ വിശ്വാസത്തിന്റെ കേമം കൊണ്ടല്ല, നിന്റെ വിശുദ്ധിയുടെ വലിയ ശ്രേഷ്ഠത കൊണ്ടല്ല, നിന്റെ കുലമഹിമ കൊണ്ടൊന്നുമല്ല. ഉള്ളം കൊണ്ട് നീ ദൈവത്തോട് പിറുപിറുക്കുന്ന ജനമാണ്. എന്നിട്ടും ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുന്ന ഒരു ജാതി എന്നുള്ള ലേഖനം നിനക്കുള്ളത് കൊണ്ട് എന്റെ നാമം നിമിത്തം ഞാൻ നിന്നെ രക്ഷിക്കുകയാണെന്നാണ് ദൈവവചനം അവിടെ ഓർമ്മിക്കുന്നത്. ഹല്ലേലൂയ. മോശയോട് ദൈവം വാഗ്ദത്തം കൊടുത്തു അല്ലേ? ഇവിടെയാണ് മോശയുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. എന്തോ ആ മോശയ്ക്ക് കൊടുത്ത വാഗ്ദത്തം 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, പുറപ്പാട് 14:16 മോശയ്ക്ക് ലഭിച്ച വാഗ്ദത്തം നമുക്കറിയാം. മോശയോട് പറയുകയാണ്, മോശേ, എന്തിനായി ജനം നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നത്? അല്ലേ? അവരോട് മുൻപോട്ട് പോകാൻ പറ, എങ്ങോട്ട് പോകാൻ? സ്തോത്രം. ഹല്ലേലൂയ. വേഴ്സ് 14 onwards, 14-ാം വാക്യം മുതൽ വായിച്ചാട്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു കരയുക, നിലവിളിക്കുക. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. എങ്ങോട്ട് മുന്നോട്ട് പോകാൻ? ചില സമയങ്ങളിൽ ദൈവത്തിന്റെ നടത്തിപ്പിന്റെ വിധങ്ങൾ, പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ നോർമൽ സെൻസസിന് പിടികിട്ടുന്നതല്ല. സർവശക്തന്റെ നടത്തിപ്പിന്റെ
വഴികളും വിധങ്ങളും. ആ പ്രത്യേക സാഹചര്യം നമുക്കറിയാം, നാം കേട്ടിട്ടുള്ളത്. സൈഡിലോട്ടോ പുറകിലോട്ടോ ഒന്നും ഓടാൻ കഴിയാത്ത ജനത്തോട് ദൈവം പറയുക മുന്നോട്ട് പോകാൻ. ചെങ്കടല് കണ്ടിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവനൊരു സാധാരണ വിശ്വാസിയാണ്, പറ്റത്തില്ല. ദൈവത്തിൽ അത്രമാത്രം ആശ്രയവും വിശ്വാസവുമുള്ള ഒരുവനെ കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ ഈ അരുളപ്പാട് വാഗ്ദത്തം ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. 16-ാം വാക്യം വേഴ്സ് 16 എന്തോ മോശയോട് പറയുന്നത്, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും. വിശ്വസിക്കാൻ ഇത്ര പ്രയാസമുണ്ട്. ദൈവത്തിന്റെ ശബ്ദം ദിനംപ്രതി കേൾക്കുന്ന, ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്ന, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായ മോശയ്ക്ക് പോലും ദൈവത്തിന്റെ ഈ കൽപ്പന, ഈ വാഗ്ദത്തം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പറയുക, ഈ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലം ഞാൻ ഉണ്ടാക്കും, ആ നിലത്തുകൂടി ഈ ജനം കടന്നു പോകും എന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ വാക്കിന്റെ മേൽ കൈ നീട്ടുവാൻ, വഴി നീട്ടുവാൻ സാധാരണക്കാരനെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ വിശ്വാസത്തിന്റെ ശോധന വരുമ്പോൾ, അസാധ്യമായത് ചെയ്യുവാൻ ദൈവത്തിനോട് കൽപ്പിക്കുമ്പോൾ, അത് ചെയ്യാനുള്ള വിശ്വാസം ഉള്ളവന് വേണ്ടിയാണ് ദുഷ്ടകാലത്തും എന്റെ ദൈവം ലജ്ജിപ്പിക്കാതെ നിർത്തുന്നതെന്ന് ഇന്ന് പകലിൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മുൻപോട്ട് കടന്നുപോയി സർവശക്തനായ ദൈവം, ആമേൻ, തന്റെ വാക്ക് നിവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഹല്ലേലൂയ. ഇതൊരു വിശ്വാസമാണ്. ആമേൻ. ഇതുവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, മോശയുടെ സ്ഥാനത്ത് നമ്മളെ ഒന്നിട്ടേ, ആ സ്ഥാനത്ത് നമ്മളെ ഒന്ന് നിർത്തിക്കുകയും, ഈ കാര്യം ചെയ്യാൻ നമ്മളോടാണ് ദൈവം പറഞ്ഞിരുന്നതെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരുന്നേനെ? നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞേനുമായിരുന്നു, ദൈവമേ, നടക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് വെറുതെ എന്നെ പരീക്ഷിക്കരുതേ, ഇതിൽ നല്ലത് നീ ഞങ്ങളെ വെള്ളത്തിലങ്ങ് മുക്കിക്കൊല്ലുന്നതായിരുന്നു. ഈ കടലിൽ കൂടെ ഉണങ്ങിയ നിലമുണ്ടാക്കി ഞങ്ങളെ അക്കരെ കടത്തുമെന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല, ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല, ഇതുവരെ ആരും അത് കണ്ടിട്ടുമില്ല, ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു സംഭവം ചെയ്യാൻ എന്നോട് പറയുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ചെയ്യാൻ നിനക്ക് സാധിക്കുമെങ്കിൽ, അത്രയ്ക്കൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, അങ്ങനെ നിഷ്കളങ്കമായി വിശ്വസിക്കാൻ കഴിയുന്ന ഭക്തന് വേണ്ടി ദുഷ്ടകാലങ്ങളിലും ലജ്ജിപ്പിക്കാതെ നടത്താൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട സ്ഥലമാണ് ചെങ്കടലിന്റെ കരയെന്ന് മനസ്സിലാക്കുന്ന ദൈവമേ, ഇന്ന് പകല് നിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളില് ഇതുപോലെ വിശ്വസിക്കുവാൻ നീ മനസ്സ് വെച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ നിന്റെ മുറിക്കകത്ത് വ്യാപരിക്കുമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടന്നു. അതിന്റെ 21-ാം വാക്യത്തില് നാം എന്താണ് വായിക്കുന്നത്? വേഴ്സ് 21, 14-21. മോശ കൈ നീട്ടി. സ്തോത്രം. മോശ സംശയിച്ചില്ലെന്ന്. അസാധ്യമായതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഭക്തനാണ്. ഈ അസാധ്യത്തിന് മുൻപിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ സാധ്യമല്ല. അവൻ അതുപോലെ ചെയ്തു. മോശ കടലിന്മേൽ കൈനീട്ടി. മോശ കടലിന്മേൽ കൈനീട്ടിയപ്പോൾ അവനെ ലജ്ജിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ മഹാശക്തി കൊണ്ട് തന്റെ വായിലെ ശ്വാസം ഊതി മഹാശക്തി കൊണ്ട് ഒരു കിഴക്കൻ കാറ്റ് കടലിന്മേൽ അടുപ്പിച്ച് കടൽ പിൻവാങ്ങി ഉണങ്ങിയ നിലവാക്കി അങ്ങനെ വെള്ളം
ആമേൻ. വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ നിവർത്തിക്കുവാൻ ശക്തനാണ്. മോശയോട് കരം നീട്ടിയാൽ, വഴിയെടുത്ത് നീട്ടിയാൽ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ചെങ്കടലിനെ നോക്കി പകച്ചു നിൽക്കാതെ വിശ്വാസത്താൽ വഴി നീട്ടുവാൻ മോശയ്ക്ക് സാധിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസത്തിന്റെ വഴിയൊന്ന് എടുക്ക. കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയ വഴി എന്തിയേ? നിന്റെ വിശ്വാസത്തിന്റെ വഴി, നിന്റെ പ്രാർത്ഥനയുടെ വഴി, നിന്റെ ഉപവാസത്തിന്റെ വഴി, നിന്റെ വിശുദ്ധിയുടെ വഴി, നിന്റെ വേർപാടിന്റെ വഴി, നിന്റെ നടത്തിപ്പിന്റെ വഴി ഇന്ന് പകൽക്കാലം എടുത്ത് അത് ദൈവത്തിന്റെ ആലോചന പ്രകാരം പ്രയോഗിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ലജ്ജിപ്പിക്കാതെ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന മോശയുടെ അനുഭവം നമ്മോട് വിളിച്ചു പറയും. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ എത്ര സംഭവങ്ങൾ വേദപുസ്തകത്തിൽ നമ്മെ ഉറപ്പിക്കത്തക്കതുണ്ട്. ദുഷ്ടന്മാരുടെ ദുഷ്ടകാലത്ത് നമ്മെ ലജ്ജിപ്പിക്കാത്തത്. മോശയുടെ കാലമൊക്കെ കഴിഞ്ഞ് ഒരു യോശുവ നേതൃത്വത്തിൽ വന്നു. പിന്നീട് അവരുടെ നടപ്പൊക്കെ യോശുവയുടെ നേതൃത്വത്തിലായി. മോശ തന്റെ ശുശ്രൂഷ തികച്ച് ദൈവസന്നിധിയിൽ ചേർക്കും. യോശുവ യോർദാൻ നദി കടന്ന് അക്കരെ കടന്നപ്പോൾ അവരെ നേരിട്ടത്, അവരുടെ മുമ്പിൽ അഭിമുഖീകരിച്ചത് പർവ്വത സമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു യെരിഹോ കോട്ടയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം പ്രാരംഭം മുതലുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 6 അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് യോശുവയോട് കൊടുത്ത വാഗ്ദത്തം. അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾക്ക് ആഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ പട്ടണമതിൽ വീഴും, ജനം ഓരോരുത്തരും നേരെ കയറുകയും വേണം. ആറ് ദിവസം ഓരോ പ്രാവശ്യം പട്ടണത്തെ വലയം വെക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം വലയം വെക്കണം. 7-ാം പ്രാവശ്യം ആർപ്പിടുമ്പോൾ മതില് വീഴുമെന്ന കർത്താവിന്റെ വാഗ്ദത്തം. വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടല്ലേ? ഇതുവരെ ഇതിനു മുമ്പ് ആർപ്പിട്ട ഒരു മതിലും വീണിട്ടില്ല, വീണ ചരിത്രമില്ല. ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുത്തൻ മാർഗമാണ് ഇന്ന് പകൽക്കാലം യോശുവയോട് ദൈവം പറഞ്ഞു കൊടുത്തു. എന്തിനാ യോശുവയെ ദൈവം ഇങ്ങനത്തെ മാർഗങ്ങളെ നിന്റെ മുൻപിൽ വെച്ചത്? അത് ഇസ്രായേൽ മക്കളെ ഒന്ന് പഠിപ്പിക്കാനാ. കഴിഞ്ഞ നാളുകളിൽ മരുഭൂമിയിൽ കഴിഞ്ഞ 40 കൊല്ലം നിന്നെ നടത്തിയത് നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല, എന്റെ കരമായിരുന്നു എന്ന് കനാൻ നാട്ടിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഒരു ഫൈനൽ ടെസ്റ്റ് നടത്തി അവരെ ഒന്ന് പാസ്സാക്കി അകത്തോട്ട് കയറ്റി വിടാനാണ് ദൈവത്തിന്റെ ഉദ്ദേശം. പലപ്പോഴും നിന്റെ ലക്ഷ്യസ്ഥാനത്ത് നീ എത്തിയെന്ന് തോന്നുമ്പോൾ, നീ എത്തിപ്പിടിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ, ഞാൻ എന്റെ ലക്ഷ്യത്തോട് അടുത്തു എന്ന് തോന്നുമ്പോഴൊക്കെ ഇതുപോലത്തെ ചില ശോധനകളിലൂടെ ദൈവം തന്റെ സാന്നിധ്യം, തന്റെ നടത്തിപ്പിന്റെ ശക്തി എന്റെയും ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുത്തി തരുവാൻ ചില ശോധനകൾ ഇതുപോലെ വരുത്താറുണ്ട്.
അവരെ കൊണ്ട് പിടിച്ചെടുക്കുവാനോ തോൽപ്പിക്കുവാനോ കഴിയാത്ത ഒരു കോട്ട. അവിടെ വായിക്കുന്നത് നല്ലവണ്ണം അടച്ചു ഭദ്രമാക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും വാതിൽ തുറന്നു കിടന്നെങ്കിൽ അല്ലേ ഇടിച്ചൊന്ന് കയറാൻ പറ്റത്തുള്ളൂ. കോട്ടയുടെ ഏതെങ്കിലും വാതിൽ പൊളിഞ്ഞു കിടന്നെങ്കിൽ അല്ലേ അതുവഴി ഒന്ന് കയറാൻ പറ്റൂ. ഏതെങ്കിലും മതിലിൽ ഒരു വിള്ളലുണ്ടെങ്കിലല്ലേ അതിലൂടെ തകർത്ത് കിടക്കാൻ പറ്റൂ. ഇതൊന്നുമില്ലാതെ അവർക്ക് അസാധ്യമായ ഒരു മതിലിന്റെ മുൻപിൽ അവരെ കൊണ്ടു നിർത്തിയിട്ട് അവരുടെ കായിക ബലം ഒന്നും ഉപയോഗിക്കാതെ ആ മതിലിനെ താഴെയിടാനുള്ള ഒരു ദൈവിക പദ്ധതിയാണ് യോശുവയെ ദൈവം ഏൽപ്പിച്ചത്. എന്താ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്? എന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടണം, എന്റെ നാമം നിന്നിലൂടെ മഹത്വപ്പെടണം. ഞാൻ മാത്രം എനിക്ക് വേണ്ടി എന്റെ നാമമഹത്വത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനവാദികൾ, ഞാൻ നിന്നെ വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ 40 കൊല്ലം മരുഭൂമിയിൽ നിന്നെ നടത്തിയതിനൊരു ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ 40 കൊല്ലം സ്വർഗീയ മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ കാലിലെ ചെരുപ്പ് തേയാതെ, നിന്റെ വസ്ത്രം ജീർണിച്ചു പോകാതെ, നിന്റെ ആരോഗ്യം കുറഞ്ഞു പോകാതെ, നിന്നെ മരുഭൂമിയിൽ ശ്രേഷ്ഠമായി നടത്തി ഇത്രത്തോളം കൊണ്ടുവന്ന എനിക്ക് ചില പദ്ധതികളുണ്ടെന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. പറഞ്ഞതുപോലെ നടന്നോ? യോശുവ പറയും നടന്നു. കർത്താവ് പറഞ്ഞത് അതുപോലെ അങ്ങ് വിശ്വസിച്ചു. 6 ദിവസം ഓരോ പ്രാവശ്യവും 7-ാം ദിവസം 7 പ്രാവശ്യവും നടന്ന് ആമേൻ പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ ജനമെല്ലാം ഒറ്റക്കാർപ്പെട്ടു. സർവശക്തനായ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ആ യെരിഹോ കോട്ട ഇടിഞ്ഞു താണെങ്കിൽ ഇന്ന് പകൽക്കാലം പർവ്വത സമാനമായി നിന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ദുഷ്ടകാലത്ത് നിന്നെ രക്ഷിപ്പിക്കാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ചെങ്കടൽ കരയിൽ മാത്രമല്ല, മാറായിൽ മാത്രമല്ല, ഇവിടെ ഇതാ യെരിഹോവിനെ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമേതലേ, നിനക്ക് വേണ്ടി വെളിപ്പെടാൻ ശക്തനാണ് ദൈവം. ഹല്ലേലൂയ. മതിലുകളെ ഇടിച്ചു കളയുന്ന ഒരു ദൈവം. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ ചിന്തയിൽ കർത്താവ് ഓർപ്പിച്ചൊരു കാര്യം മറ്റൊന്നുമല്ല, നാം കെട്ടിപ്പൊക്കി വെച്ച ഒരുപാട് മതിലുകൾ ഉണ്ടായിരുന്നു. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, പോയാൽ അതിന് വേറൊരു സബ്ജക്റ്റ്. എങ്കിലും ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ. IPCയുടെ മതില്, ചർച്ച് ഓഫ് ഗോഡിന്റെ മതില്, ഷാരോന്റെ മതില്, AGയുടെ മതില്, എല്ലാം മതില് കെട്ടി ഞങ്ങളുടേതെന്ന് പറഞ്ഞ് പൊക്കി വെച്ചതൊക്കെ ഇന്ന് എവിടാ? പേരില്ല ഒരു സഭയ്ക്കും. ഇന്ന് എല്ലാ സഭയ്ക്കും ഒറ്റ പേരേ ഉള്ളൂ, സൂം ആരാധന. സഭകളെല്ലാം ഒറ്റ പേരിലായി. ചൈനക്കാരന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരിലോട്ട് മാറി സഭ. ഇന്ന് AG സഭയുടെ ആരാധനയല്ല, ഇന്ന് IPCയുടെ ആരാധനയല്ല, സൂം ആരാധന. ഏത് സഭയാ? സൂമിലെ സഭ. എവിടെ പോയി മതിലുകൾ? തമ്പുരാൻ ഇടിച്ചു കളഞ്ഞു. ഇടിക്കാൻ ദൈവത്തിന് പീരങ്കി ഒന്നും കൊണ്ടുവരേണ്ടി വന്നില്ല. ഇതുവരെ ഇടിഞ്ഞു മാറാതിരുന്ന ഈ സംഘടനയുടെ മതിലുകളെ ഇടിക്കാൻ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ഒരു ചെറിയ സൂക്ഷ്മജീവിയെ മതിയെങ്കിൽ ഇന്ന് പകൽക്കാലം
തിരിച്ചു വരാത്ത പദ്ധതികളും മാർഗങ്ങളും ഉണ്ടെന്ന് ഇന്ന് മകൻ മനസ്സിലാക്കി ദൈവത്തെ തിരിച്ചറിഞ്ഞ, ദൈവത്തിന്റെ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ ദൈവസഭയെ മടങ്ങി വന്നാൽ നല്ലതാണെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം മതിലുകളെ പൊളിച്ചു കളയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഹല്ലേലൂയ. പ്രത്യേകിച്ചും നോയിക്കേ, എല്ലാവരും മതില് കെട്ടി സംരക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇതൊരു വിരോധാഭാസമല്ലേ? രാജ്യങ്ങൾ മതില് കെട്ടി മറ്റാരെയും കയറ്റാതെ സംരക്ഷിക്കപ്പെടുമ്പോൾ, സ്റ്റേറ്റുകൾ മതില് കെട്ടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കയറ്റാതെ സംരക്ഷിക്കുമ്പോൾ, ജില്ലകൾ പോലും വാർഡുകൾ പോലും തിരിച്ച് മതിലുകൾ കെട്ടി വെച്ചിരിക്കുമ്പോൾ, ഇന്ന് മതിലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ദൈവസഭ മാത്രമേ ഉള്ളൂ. ആർക്ക് ഏത് ആരാധനയിലും കയറാം, ഏത് രാജ്യത്തെ ആരാധനയിൽ എപ്പോ വേണേ പോകാം. ഒരാരാധന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓഫ് ചെയ്തേച്ച് മ്യൂട്ട് ചെയ്തേച്ച് അപ്പുറത്തേതിലോട്ട് കയറാം. ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു വിഷയവുമില്ല. വാ, ഞങ്ങളുടെ സൂമാരാധനയിലോട്ട് വന്ന് പങ്കെടുക്കുന്ന എല്ലാവരും വിളിക്കുന്നത്. എന്തൊരു സ്നേഹം! ആശ്ചര്യമല്ലേ ഇത്? ആരെങ്കിലും ഈ കൊറോണ കാലത്ത് ഇത് ചിന്തിച്ചോ? ലോകപ്രകാരം ലോക മനുഷ്യൻ മതിലുകൾ പൊക്കിക്കെട്ടിയപ്പോൾ മതിലുകളില്ലാതായി മാറിയ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ദൈവസഭയാണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയും. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ദൈവത്തിന് ചില മതിലുകൾ പൊളിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്. ഇനിയുമെങ്കിലും അത് മനസ്സിലാക്കി ദൈവസഭ മടങ്ങി വന്നാൽ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അസാധാരണമായി ദൈവത്തിൽ വിശ്വസിച്ച് ദുഷ്ടകാലത്ത് ദൈവം ലജ്ജിപ്പിക്കാതെ നിർത്തിയ പുതിയ നിയമത്തിന്റെ ഒരു അനുഭവം കൂടെ ഓർമ്മിച്ച് ഞാൻ ഈ സന്ദേശം നിർത്താം. അത് മറ്റൊന്നുമല്ല, അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നമുക്കൊക്കെയും അറിയുന്ന ഒരു വേദഭാഗമാണ്. പെന്തക്കോസ്ത് നാളിൽ 3000 പേരെ സഭയോട് ചേർന്നതിന് ശേഷം അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും പതിവ് പോലെ അവരുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ആലയത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ കടന്നുപോയപ്പോൾ സ്ഥിരം ഇതിനു മുമ്പ് അനേക വർഷങ്ങളായി അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം ആ സുന്ദരമെന്ന ഗോപുരവാതിക്കൽ അന്നും ഇരിപ്പുണ്ട്. അവനെ കുറിച്ച് ദൈവം ഓർപ്പിക്കുന്നത്, വേദപുസ്തകം ഓർപ്പിക്കുന്നത്, അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരു മനുഷ്യൻ. മുടന്തനെന്നേ നമുക്ക് അവനെ കുറിച്ച് അറിയത്തുള്ളവന്റെ പേരവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവനെ എല്ലാ ദിവസവും എടുത്തുകൊണ്ട് അവിടെ ഇരുത്തും. വൈകിട്ട് അവനെ എടുത്തുകൊണ്ട് പോകും. ആലയത്തിന്റെ വാതിക്കലായി ഇരിപ്പ. ജോലി ഭിക്ഷാടനമാണ്. ഇതിനു മുമ്പും പത്രോസും യോഹന്നാനും ഇവനെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പും അതുവഴി പോയപ്പോഴൊക്കെ ഇവൻ കൈ നീട്ടിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ അവർക്കുള്ളതുപോലൊക്കെ അവർ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് അതുവഴി വന്നത് പഴയ പത്രോസും പഴയ യോഹന്നാനും അല്ല. പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിച്ച, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കഴിയുന്ന, ആത്മശക്തി പ്രാപിച്ച അഭിഷക്തന്മാരായിട്ടാണ് ഇന്നവരെ വഴിയെ വന്നത്. അവരിൽ വ്യാപരിച്ച ദൈവശക്തി അവരുടെ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തി. ഇന്നലെ വരെ കണ്ടതുപോലെ ഇവരെ കാണാൻ ഇന്നവർക്ക് സാധിക്കുന്നില്ല. അവിടെ വായിക്കുന്നത് പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കും. എന്താ പത്രോസ് ഇതുവരെ നോക്കാത്തൊരു നോട്ട ഇപ്പം? പണ്ട് നീ കണ്ടതൊക്കെ മാനുഷിക കണ്ടുകൊണ്ടായിരുന്നെങ്കിൽ
ഇന്ന് നിന്റെ പുറമേയുള്ള കണ്ണടഞ്ഞു. നിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമാറ് ആത്മശക്തിയാൽ നീ നിറഞ്ഞവനാണെന്ന് നിന്റെ ഉള്ളിൽ നിന്ന് ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അഭിഷക്തന്മാരുടെ നോട്ടം തന്നെ വ്യത്യാസമാണ്. യേശു നോക്കുന്നത് പോലെ തന്നെ നോക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ യേശുവിന് മനസ്സലിയുമായിരുന്നു. അവനവരെ സൗഖ്യമാക്കുമായിരുന്നു. ഇതൊക്കെ കണ്ട് പരിചയമുള്ളവരാണ് പത്രോസും യോഹന്നാനും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതിനു മുമ്പ് അവർ ഇതുവരെ ഒരു രോഗിയെ സൗഖ്യമാക്കിയിട്ടില്ല. സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട്. യേശുവിന്റെ കൂടെ 3.5 കൊല്ലം നടന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെ ആളുകളെ സൗഖ്യമാക്കുന്നു. തന്നെയല്ല, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്: എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പുതിയ നിയമ ഭക്തന്മാർക്കും ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആർക്ക് കൊടുത്ത വാഗ്ദത്തമാ? എന്നിൽ വിശ്വസിക്കുന്നവർക്ക്. ഒരു വിശ്വാസിക്ക് കൊടുത്ത വാഗ്ദത്തം പത്രോസിനോടും യോഹന്നാനോടും കൂടെയുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം അത്ഭുത പ്രവൃത്തികളെ ചെയ്യുമെന്ന് ഗുരു തന്നെ ജീവിച്ചിരുന്നപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ തിയറീസും കണ്ട ചില പ്രാക്ടിക്കലുമല്ലാതെ ഇതുവരെ അവരൊരു രോഗിയെ സൗഖ്യമാക്കിയിട്ടില്ല. ഇവരുടെ ആദ്യത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുകയാണ്. നാം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ മുടന്തനെ നല്ലവണ്ണം അറിയാം. വർഷങ്ങളായി അവനവിടെ ഇരിക്കുകയാണ്. ജന്മനാൽ മുടന്തനാണെന്നറിയാം. ഇങ്ങനെ അറിയാവുന്ന ഒരു രോഗിയുടെ മേൽ കൈവച്ചിട്ട് നടക്കാതെ പോയെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ ഒരുപക്ഷെങ്കിൽ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാൻ പത്രോസിനോ യോഹന്നാനോട് സാധിക്കത്തില്ലായിരുന്നു. നാം ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചേനെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചീറ്റിപ്പോയെങ്കിൽ, നടക്കാതെ പോയെങ്കിൽ നാണക്കേടെന്ന് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് യേശുവിന്റെ നാമത്തിൽ ഒരു കാര്യവും ചെയ്യുവാൻ അവർക്ക് ആ ദേശത്ത് പിന്നെ സാധിക്കത്തില്ല. അപ്പോസ്തലന്മാർ ആദ്യമായിട്ട് ഇറങ്ങി ചെയ്യുന്ന ഒരു ശുശ്രൂഷ, അതിനൊരു പ്രത്യേക ചങ്കൂറ്റം വേണം. അതൊരു പ്രത്യേക ആത്മനിറവ് വേണം. ഈ ശക്തിയും ഈ കൃപയും അവർക്ക് ഇത്രമാത്രം ധൈര്യവും കോൺഫിഡൻസും എവിടെ നിന്നാ വന്നത്? തലേ ദിവസം പ്രാപിച്ച ആത്മശക്തി, അവരിൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തി അവരെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കുവാൻ ശക്തരാക്കി. അവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത് അവരുടെ മാനുഷിക ശക്തിയല്ല, മറിച്ച് ഒരു അത്യന്ത ശക്തി അവരുടെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ശക്തിക്ക് കഴിയാത്തതൊന്നുമില്ല. ഈ ശക്തി ഏതാണ്? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി. അതേ ശക്തിയാണ് ഇവരിൽ വ്യാപരിക്കുന്നത്. എന്തായാലും വാഗ്ദത്തത്തിൽ അവിശ്വസിക്കാതെ പത്രോസ് അവനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു,
വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല. എന്നാൽ വേറൊരു സാധനം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, നിന്റെ ജീവിതകാലത്തിന് നീ ഭിക്ഷയെടുക്കാൻ ആവശ്യമില്ലാതെ വണ്ണം നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന ഒരു നാമം ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ പരിചയപ്പെടുത്താൻ പോകുകയാ. അത് മറ്റാരുടെയും നാമമല്ല, അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവരെ ലജ്ജിപ്പിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി ആ മുടന്തനിൽ വ്യാപരിച്ചെങ്കിൽ അവരുടെ കഷ്ടതയുടെ കാലത്ത്, അവരുടെ പ്രതിസന്ധിയുടെ കാലത്ത് അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം ആ സുന്ദരമെന്ന ഗോപുരത്തിന്റെ പടിവാതിൽക്കലും വെളിപ്പെട്ടു. ആ മുടന്തൻ ക്ഷണത്തിൽ ചാടി എഴുന്നേറ്റു. ദൈവവചനം പറയുന്നു, അവന്റെ നരിയാണിയൊക്കെ ഉറച്ചത്. സ്തോത്രം. ചിലരൊക്കെ ചോദിക്കും, ഇവനെന്നാ ഇത്ര ചാട്ടം, ഇവനെന്നാ ഇത്ര തുള്ളുന്നേ, ഇവനെന്നാ ഇത്ര ബഹളം വെക്കുന്നത്? സ്തോത്രം. പ്രിയ ദൈവപൈതലേ, എങ്ങനെ ബഹളം വെക്കാതിരിക്കും? ജനിച്ച നാൾ മുതൽ ഇതുവരെ സ്വന്തം കാലില് എഴുന്നേറ്റ് നടക്കാൻ ഭാഗ്യം കിട്ടാതിരുന്ന ഈ ഹതഭാഗ്യനായ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അവനെ പ്രതിസന്ധിയിലാക്കിയ അവന്റെ മുടന്നു മാറിക്കിട്ടിയപ്പോൾ എങ്ങനെ അവൻ സ്തുതിക്കാതിരിക്കും? എങ്ങനെ അവൻ ചാടാതിരിക്കും? അവിടെ പറയുന്നത് അവന്റെ നരിയാണി ഉറച്ചെന്നാണ്. നരിയാണി ഉറച്ചവന് തുള്ളാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നരിയാണി ഉറപ്പിച്ചു നിർത്തിയ ദൈവമേതലേ, നീ തുള്ളിച്ചാടി ഇന്ന് പകലിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം ദൈവത്തിന്റെ വിടുതല നിന്റെ ശരീരത്തിൽ വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും കാണുക, എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞിട്ട് നടന്നില്ല എങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? നിഷ്കളങ്കതയോട് ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്ന നീതിമാന് വേണ്ടി ദൈവം വെളിപ്പെടും. ഹല്ലേലൂയ. വെളിപ്പെടുന്നത് വിശ്വസിച്ചാൽ മാത്രം മതി. സ്തോത്രം. ആമേൻ. നിന്റെ ദുഷ്ട ഹല്ലേലൂയ കാലങ്ങളിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. എന്തുകൊണ്ടാണ് വെളിപ്പെടുന്നതെന്നാണ് നാം ഈ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നീ വിശ്വസിച്ചു. നീ വിശ്വസിച്ചത് കൊണ്ട് നിന്നെ നിർത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. ദൈവത്തിന്റെ ക്രെഡിബിലിറ്റിയും ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്ര മഹത്വവും ഒക്കെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്നവനല്ല. ദൈവത്തിന്റെ മഹത്വവും ശക്തിയും എന്നിലൂടെ നിന്നിലൂടെയും പുറം ലോകം കാണണമെന്നും ലോകം തിരിച്ചറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിഷ്കളങ്കതയോടെ ദൈവം പറയുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുവാൻ നാം തയ്യാറാണോ? ഒന്ന് നോക്കിയേ മോശയുടെ അനുഭവം. ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട്, ഞാൻ ഇതിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലമുണ്ടാക്കി, നീ വടി നീട്ടിയാൽ മാത്രം മതി, കൈ നീട്ടിയാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയത്തക്ക വിശ്വാസം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. യോശുവയെ യെരിഹോ മതിലിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയിട്ട്, ഇതിനെ വലം വെച്ചാൽ മാത്രം മതി, നീ കാഹളം ഊതുമ്പോൾ ആർക്കിടുമ്പോൾ ഈ മതിലിൽ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാനുള്ള വിശ്വാസം എനിക്ക് നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവേ, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ സേവിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവനാമത്തിനു വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ എനിക്കും നിനക്കും തയ്യാറാകാൻ പറ്റുമോ? പറ്റിയാൽ, അത് കഴിയുമെങ്കിൽ പ്രൈസ് ഗോഡ്,
ആമീൻ നാലാമനായിട്ടല്ല, ഒന്നാമനായി തന്നെ ആമീൻ അഗ്നികുണ്ഡത്തിൽ ഇറങ്ങി വന്ന് നിന്നെയും എന്നെയും പിടിപ്പിക്കാതിരിക്കുവാൻ ഈ ദൈവത്തിന് കഴിയത്തില്ല. ദൈവത്തിന്റെ നാമത്തിലാണ് നീ വെല്ലുവിളി ഏറ്റെടുത്തതെങ്കിൽ ദൈവമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ ശക്തിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവം അടങ്ങിയിരിക്കത്തില്ല. തീച്ചൂളയുടെ നടുവിലാണെങ്കിലും സിംഹത്തിന്റെ കുഴിയിലാണെങ്കിലും ഭക്തന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം തന്നെ ചെയ്യുമെന്ന ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവൻ ചന്ദ്രത്തിന്റെയും മേശത്തിന്റെയും അഭേദരകോവിന്റെയും ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് രാജാവും ദേശവും ഒരുപോലെ പറയത്തക്കവണ്ണം ഒരത്ഭുതം നടക്കുവാൻ, ഒരത്ഭുത വിഷയമായി തീരുവാൻ ആമീൻ. പ്രിയ ദൈവമക്കളെ, 3 എബ്രായ ബാലന്മാർ ദൈവിക പ്രവൃത്തിക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, മരണത്തിന് അവരെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആമേൻ നിന്നെ മരണത്തിന് തള്ളിവിടാതെ അഗ്നികുണ്ഡത്തിലും ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുന്ന ദൈവജനമേ, ആമേൻ ഇതുപോലെ വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിലേ ദുഷ്ടകാലത്ത് എന്റെയും നിന്റെയും ലജ്ജിപ്പിക്കാതെ നിർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്കും നിനക്കും കഴിയത്തുള്ളൂ എന്ന് ദൈവവചനം ശക്തമായി ഇന്ന് പകൽക്കാലം നമ്മോട് തോന്നു പറയുകയാണ്. ഹല്ലേലൂയ. ഇത്തരത്തിൽ എത്ര അനുഭവങ്ങൾ വേദപുസ്തകത്തിലുമുണ്ട്, നമ്മുടെ ജീവിതത്തിലുമുണ്ട്. കഴിഞ്ഞ നാളുകളില് ലജ്ജിച്ചു പോകുമെന്ന് വിചാരിച്ച സ്ഥാനങ്ങളില്ലേ? നിൽക്കാൻ കഴിയത്തില്ല എന്ന് നീ ചിന്തിച്ച അനുഭവങ്ങളില്ലേ? ഒരടി പോലും മുൻപോട്ട് പോകാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് നീ പറഞ്ഞ അനുഭവങ്ങളില്ലേ? നിന്റെ മുഴങ്കാലുകൾ കുഴഞ്ഞുപോയ, കൈകൾ തളർന്നുപോയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ അതിന്റെ മധ്യത്തിലെല്ലാം അസാധാരണമായി നിനക്ക് വേണ്ടി വെളിപ്പെട്ട, നിന്നെ ലജ്ജിപ്പിക്കാതെ നിനക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഉറച്ചു വിശ്വസിച്ച് ആ സാന്നിധ്യത്തിൽ നീ നിന്നെ തന്നെ ഒന്ന് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്ന റൂമുകൾക്കകത്ത് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വ്യാപരിക്കാൻ കഴിയുന്ന ഈ ശക്തിയുടെ വലിപ്പം നിന്റെ ശരീരത്തിൽ ഇന്ന് പകലൊന്ന് അനുഭവിച്ച് മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് ഓർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 34ന്റെ 5-ാം വാക്യം, Psalms 34:5. എന്താണ് അവിടെ പറയുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. They looked unto him and hallelujah were lightened, and their faces were not ashamed. They looked unto him and were lightened. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ ദൈവത്തെ നോക്കിയവരെ ആരെയും ഇതുവരെ ഈ ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല, ഇനിയുമൊട്ട് ലജ്ജിപ്പിക്കത്തുമില്ല. നിന്റെ മുഖം മ്ലാനമായി പോകാതെ, നിന്റെ മുഖം വാടിപ്പോകാതെ, നിന്റെ മുഖം തളർന്നു പോകാതെ, നിന്റെ മുഖം കുനിഞ്ഞു പോകാതെ ലോകത്തിന്റെ മുൻപില് നിന്നെ പ്രകാശിതരായി നിർത്തുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന് പദ്ധതികൾ ഉള്ളത് കൊണ്ടാണ് നിന്നെ ലജ്ജിപ്പിക്കാതെ നിർത്തിയതെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവജനം നിന്റെയും ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്തിക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയ്ക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, യോശുവയ്ക്കും ഇസ്രായേൽ മക്കൾക്കും വേണ്ടി വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, ചന്ദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും വേണ്ടി തീച്ചൂളയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, ദാനിയേലിനു വേണ്ടി സിംഹക്കുഴിയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, ആമേൻ, പത്രോസിനും യോഹന്നാനും വേണ്ടി ഹല്ലേലൂയ സുന്ദരമെന്ന പടിവാതിൽക്കൽ ഗോപുരവാതിൽക്കൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, എനിക്കും നിനക്കും വേണ്ടി പ്രതിസന്ധികളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവജനം ഇന്ന് പകൽക്കാലം പിന്നെയും ഈ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നടത്തുന്ന വിധികളും ദൈവം നടത്തുന്ന വഴികളും നമ്മുടെ ദൃഷ്ടിക്കും ചിന്തയ്ക്കും അഗോചരമാണെങ്കിലും അത് ദൈവം നിവർത്തിക്കുന്ന വഴികളാണ്. പലപ്പോഴും മാനുഷിക ബുദ്ധിക്ക് നിരക്കുന്ന വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.
എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമുക്കൊക്കെ ചില വഴികളുണ്ട്, ആ വഴിയെ കൂടെ ദൈവം വന്ന് നമ്മെ നടത്തണമെന്ന് നമ്മുടെ വിചാരം. പക്ഷെ ഇന്ന് പകൽക്കാലം ഓർക്കെ, ഹല്ലേലൂയ, സർവശക്തൻ ഓർപ്പിക്കുന്നു, കുഞ്ഞെ നീ വിചാരിക്കുന്നത് പോലല്ല ഞാൻ നിന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് നിന്നെ നടത്താൻ. ചെങ്കടൽ എനിക്ക് പ്രശ്നമല്ല, എരിഹോ കോട്ട എനിക്ക് പ്രശ്നമല്ല, തീച്ചൂള എനിക്ക് പ്രശ്നമല്ല, മുടന്ത് എനിക്ക് പ്രശ്നമല്ല, രക്തസ്രാവം എനിക്ക് പ്രശ്നമല്ല, ഭൂതഗ്രസ്തം എനിക്ക് പ്രശ്നമല്ല, കാറ്റെനിക്ക് പ്രശ്നമല്ല, കടൽ എനിക്ക് പ്രശ്നമല്ല, മരണം എനിക്ക് പ്രശ്നമല്ല. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ മുൻപിൽ അസാധ്യമൊന്നൊരു വാക്കല്ല. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സർവശക്തനായ ശബ്ദത്തിന് ദൈവത്തിന് അവൻ കാറ്റിൽ വഴിയുണ്ട്, ചെങ്കടലിൽ വഴിയുണ്ട്, മരുഭൂമിയിൽ വഴിയുണ്ട്. ഏത് പ്രതിസന്ധിയിലും എനിക്ക് നിനക്കും വേണ്ടി വഴിയുണ്ട്. എന്തുകൊണ്ടാ ദൈവമേ എന്നെ ലജ്ജിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ, നീ വിശ്വസ്തനും നിഷ്കളങ്കനും നീതിമാനുമായി ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടും നിന്നിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിച്ചതുകൊണ്ടും എന്നെ ഇതിനെ ലജ്ജിപ്പിക്കാതെ നിർത്തിയതാണ്. എന്റെ ഇതിന്റെ മിടുക്കല്ല ഇത്രത്തോളം നിന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെയും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.